നമസ്കാരം. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല വളരെ വിസ്തൃതമായ ഒരു താലൂക്ക്, ഒരു നിയോജക മണ്ഡലം, ആസ്ഥാനം നെടുങ്കണ്ടം. ഉടുമ്പൻചോല ഇപ്പോഴും ഒരു പഞ്ചായത്ത് മാത്രമാണ്, ഒരു ചെറിയ ടൗൺ. ഏലത്തോട്ടം മേഖല, ജനസംഖ്യയിൽ 70% പേരും തമിഴ് ജനത. ഒരു സംസ്ഥാന പാത കടന്നു വന്നപ്പോൾ പഴയ സ്ഥിതി ആകെ മാറി. എപ്പോഴും തണുത്ത പ്രദേശം, കോടമഞ്ഞും കാറ്റും, മഴക്കാലമായാൽ മഞ്ഞു മൂടിയ പ്രദേശം. അവിടെ ഒരു നല്ല ഹോട്ടൽ ഉണ്ടായിരിക്കുന്നു. നാടൻ ഭക്ഷണവും ബിരിയാണിയും അൽഫാമും വെജിറ്റേറിയനും എല്ലാം കിട്ടുന്ന ഒരു ഹോട്ടൽ. പാരമ്പര്യത്തിൽ 65 വർഷം പിന്നിടുന്ന 3 തലമുറ കണ്ട ശ്രീകൃഷ്ണ ഹോട്ടൽ. ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഹോട്ടൽ. മൂന്നാറിൽ നിന്നും കുമളിയിലേക്കുള്ള സംസ്ഥാന പാതയിൽ നിന്നും ഏതാണ്ട് ഒരു 25 മീറ്റർ ചെമ്മണ്ണാറ് പോകുന്ന റോഡിലേക്ക് കടന്നു വന്നാൽ ഈ ഹോട്ടൽ കാണാം. നല്ല സൗകര്യമുള്ള ഹോട്ടലാണ്. തമിഴ് ജനത ഇവിടെ ഈ പലഹാരങ്ങൾക്ക് വലിയ വിലയാണ് കൊടുത്തിരിക്കുന്നത്. ബോണ്ടയും ചുക്കപ്പവും ഉഴുന്നുവടയും പരിപ്പുവടയും അതുപോലുള്ള നാടൻ പലഹാരങ്ങൾക്ക് വളരെ പ്രസിദ്ധമാണ് ഈ ഹോട്ടലിൽ. ഒരുപാട് പാഴ്സലാണ് ഇവിടെ ചിലവായിക്കൊണ്ടിരിക്കുന്നത്, ഒരുപാട് പാഴ്സൽ. 3 തലമുറകളാണ് ഈ ഹോട്ടലിൻ്റെ വ്യവസായത്തിൽ പിന്നിലുള്ളത്. മുത്തശ്ശനും സ്വന്തം അച്ഛനും ഇപ്പോഴത്തെ ഈ മാനേജ്മെൻറ്റും എല്ലാം ശ്രീകൃഷ്ണ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ രാജാക്കാട്ടിലും പൂപ്പാറയിലുമെല്ലാം വളരെ പ്രസിദ്ധമാണ്. അവിടുത്തെ ബോണ്ട വളരെ പ്രസിദ്ധമായ ഒരു നാടൻ പലഹാരമാണ്, ഒരു എണ്ണ പലഹാരമാണ്. ഇത് നെയ്യപ്പമാണ്. ഉഴുന്നുവട കാണാം, ഉള്ളിവട കാണാം. അതുപോലെ പാഴ്സലിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു കൗണ്ടറാണ്. അതുപോലെ കൊക്കക്കോളയും അതുപോലുള്ള എന്തു വേണം ഈ കടയിൽ, എന്തു വേണമെങ്കിലും കിട്ടും. അതാണ് ഈ കടയുടെ ഒരു പ്രത്യേകത. തണുത്ത പ്രദേശത്ത് തണുപ്പിച്ച വെള്ളവും തണുപ്പിച്ച കോളയും അതുപോലെ ബേക്കറി സാധനങ്ങളും അതുപോലെ അൽഫാമും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും എല്ലാം വിളമ്പുന്ന ഒരു സൂപ്പർ നാടൻ കട ശ്രീകൃഷ്ണ മുമ്പിലാണ് ഇതൊരു വലിയ കടയാണ്, ഒരു വലിയ സംരംഭമാണ്, ഒരു നാടൻ ഭക്ഷണം പാർക്കിംഗ് ഏരിയയാണ്. ഇതല്ലേ ഇവിടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മഴക്കാലമായതുകൊണ്ട് തിരക്കിത്തിരി കുറവാണ്. അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. പാർക്കിംഗ് ഏരിയ ഈ ഹോട്ടലിൻ്റെ ഒരു സൈഡിൽ കൂടി താഴേക്ക് പോവുകയാണ്, നമുക്ക് കാണാം. അതുപോലെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ടോയ്ലറ്റ്, വാഷിംഗ് ഏരിയ എന്ത് മനോഹരമാണ്, എന്ത് ക്ലീനാണ്. ഇതാണ് ഡൈനിങ് ഹാള്. എത്ര പേര് വന്നാലും ഇരിക്കാൻ പാകത്തിന് അത്ര സുരക്ഷിതമായ ഒരു ഡൈനിങ് ഹാള് നമുക്ക് കാണാം. ഇതാണ് ഈ ഹോട്ടലിൻ്റെ ഉടമ എന്ന് പറയുന്ന ആദർശ്. നല്ല നാടൻ ഭക്ഷണം വിളമ്പുന്ന ആദർശിന് ഒരു ബിഗ് സല്യൂട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.